സുഭാഷിതം. ഇന്ന് ദുഃഖവെള്ളി. ലോകം മുഴുവനും ക്രൂശിതനായ ക്രിസ്തുവിനെ ധ്യാനിക്കുന്ന ദിവസം. മൗനത്തിന് പോലും മരണത്തിൻ്റെ ഗന്ധം ഉണ്ട് എന്നോർമ്മിപ്പിക്കുന്ന ദേവാലയ പരിസരങ്ങളും മനസ്സിൽ ഭീതി ഉണർത്തുന്ന മരമണികളും പരിഹാര പ്രദക്ഷിണവുമെല്ലാം ഇന്നിൻ്റെ സവിശേഷതകളാണ്. ദുഃഖവെള്ളി എന്ന ദിവസം ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം സ്നേഹം തന്നെയാണ്. ദൈവത്തിന് മനുഷ്യരോടുള്ള അതിരറ്റ സ്നേഹം, അളവില്ലാത്ത ദൈവസ്നേഹം, അതാണ് ഇന്ന് നാം നെഞ്ചോട് ചേർക്കുന്നത്. ദൈവത്തിന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അതാണ് ഇന്നിൻ്റെ പ്രത്യേകത. ഗാഗുൽത്തായുടെ നെറുകയിൽ മരക്കുരിശിൽ 3 ആണികളാൽ ജീവൻ അർപ്പിച്ചപ്പോൾ അവൻ ജീവിതം വഴി നമ്മളെ പഠിപ്പിച്ചതും ഇതാണ്, ആ സ്നേഹം. ഈ ദുഃഖവെള്ളി നമ്മോട് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: നിന്റെ കുടുംബത്തിനു വേണ്ടി മുറിയപ്പെടാൻ നീ തയ്യാറാണോ? ത്യാഗങ്ങൾ ഏറ്റെടുത്ത് മുറിയപ്പെടുവാൻ നിങ്ങൾ സന്നദ്ധരാണോ? ചരിത്രത്തിലെ ഒരു ഹൃദയസ്പർശിയായ ഒരു സംഭവമുണ്ട്. അതിപ്രകാരമാണ്: 1865 ലോക ജനതയെ കണ്ണുനീരിലാഴ്ത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ കൊല്ലപ്പെട്ടു. അതിനുശേഷം വാഷിംഗ്ടണിലെ തെരുവീഥികളിലൂടെ അദ്ദേഹത്തിന് ശവമഞ്ചം വഹിച്ചുകൊണ്ട് വിലാപയാത്ര നടത്തുന്ന സമയം. എല്ലാവരും ദുഃഖസമുദ്രത്തിൽ മുഴുകിയ ആ സമയത്ത് ഒരു കുഞ്ഞ് തൻ്റെ അമ്മയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ആരാണമ്മേ മരിച്ചത്? കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശവമഞ്ചത്തിലേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു: മകനെ, നിനക്കും എനിക്കും വേണ്ടി മരിച്ച ആ വലിയ മനുഷ്യനാണ് അത്. വലിയ സഹനങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുത്തവർ അതുപോലെ നമുക്ക് വേണ്ടി മരിച്ചവരാണ്. മരിച്ച ക്രിസ്തുനാഥൻ നമുക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി മരിച്ചവനാണ്. ക്രിസ്തുവിന് കുരിശ് തണലാകുന്ന ദിനമാണ് ദുഃഖവെള്ളി. ആ കുരിശിൽ സഹനമുണ്ട്. സഹനമെന്നാൽ വിശുദ്ധീകരണവുമാണ്. ദുഃഖവെള്ളി എന്ന് പറയുന്നത് വിരോധാഭാസത്തിൻ്റെ ദിനമാണ്. അതായത് ദൈവം മരിച്ച ദിവസം, ദൈവം ക്രൂശിക്കപ്പെട്ട ദിവസം. ചാൾസ് ഡീക്കൻസിൻ്റെ വിഖ്യാതമായ നോവലാണ് എ ടെയിൽ ഓഫ് 2 സിറ്റീസ്, 2 നഗരങ്ങളുടെ കഥ. വിരോധാഭാസങ്ങളടങ്ങിയ ഒരു വിവരണം അതിൽ കൊടുത്തിരിക്കുന്നത് ഇപ്രകാരമാണ്: അത് ഏറ്റവും നല്ല കാലമായിരുന്നു, അത് ഏറ്റവും മോശപ്പെട്ട കാലമായിരുന്നു. അത് പ്രകാശത്തിൻ്റെ കാലമായിരുന്നു, അത് അന്ധകാരത്തിൻ്റെ കാലമായിരുന്നു. അത് പ്രതീക്ഷയുടെ വസന്തമായിരുന്നു, അത് നിരാശയുടെ ശൈത്യമായിരുന്നു. ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാവരും സ്വർഗത്തെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നതായിരുന്നു, ഞങ്ങളെല്ലാവരും വിപരീത ദിശയിൽ നീങ്ങുന്നതായിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിരോധാഭാസങ്ങളും ആത്മസംഘർഷങ്ങളുമാണ്. ദുഃഖവെള്ളിയിൽ ആത്മസംഘർഷങ്ങളുണ്ട്, വിരോധാഭാസങ്ങളുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ മരിച്ച ഈ ദിനത്തിൽ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്: ദൈവത്തിൻ്റെ മകന് എങ്ങനെ മരിക്കാൻ സാധിക്കും? ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യരിലേക്ക് ഇറങ്ങുന്നത് സ്വന്തം പുത്രനായ ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയാണ്. ദുഃഖവെള്ളിയാഴ്ചയുടെ മുഹൂർത്തം ലോകം കണ്ട ഏറ്റവും വലിയ വിരോധാഭാസമാണ്. ഈ വിരോധാഭാസത്തിൽ ദൈവത്തിൻ്റെ വലിയ കരുണയും സ്നേഹവും നമുക്ക് ദൃശ്യമാകുന്നു. നമ്മുടെ ജീവിതത്തിലെ കുരിശുകളിൽ നിന്ന് ഓടിയൊളിക്കുന്നതിനും കുരിശുകളെ ശപിക്കുന്നതിനും പകരം അവയെ സ്വീകരിക്കുകയും സഹനത്തിലൂടെ വളരുകയും ചെയ്യുക, ഇതാണ് ദുഃഖവെള്ളിയുടെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം. നമുക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെ വലിയ അന്തരീക്ഷത്തിൽ കുരിശുകളെ നാം കൂടുതലായി സ്നേഹിക്കുകയും അത് ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നെഞ്ചോട് ഉൽകുകയും ചെയ്യുന്നതാണ് ദുഃഖവെള്ളിയുടെ വലിയ കൃപ എന്ന് പറയുന്നത്. അമേരിക്കൻ സിവിൽ യുദ്ധകാലത്ത് ഒരു സൈനികൻ എഴുതിയ സുന്ദരമായ ഒരു പ്രാർത്ഥനയുണ്ട്: ഞാൻ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് പരിഹരിക്കാൻ പ്രശ്നങ്ങൾ തന്നു. ഞാൻ അറിവിനായി പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് സംശയങ്ങൾ നൽകി. ഞാൻ സമാധാനത്തിനായി പ്രാർത്ഥിച്ചു, എനിക്ക് ദൈവം ഒത്തിരി സങ്കടങ്ങൾ നൽകി. ഞാൻ സമ്പത്തിനായി പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് സമ്പത്ത് നന്നായി ഉപയോഗിക്കുവാൻ ദാരിദ്ര്യം നൽകി. എൻ്റെ കടങ്ങൾ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു, അവിടെ എനിക്ക് ജോലി ചെയ്യുവാൻ കരുത്ത് നൽകി. ഞാൻ ചോദിച്ചതൊന്നും കിട്ടിയില്ല, ഞാൻ പ്രാർത്ഥിച്ചതെല്ലാം കിട്ടി. ഞാൻ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യരിൽ ഒരുവൻ. ദുഃഖവെള്ളി നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്ന സുന്ദരമായ ദിനമാണ്. ഈ ദുഃഖവെള്ളിയിൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കൃപയും അനുഗ്രഹവും നമുക്ക് ലഭിക്കട്ടെ. സുഭാഷിതം.
അവതരിപ്പിച്ചത് ഫാദർ ആന്റണി റാഫേൽ കൊമരം ചാത്ത്.